Yes, good afternoon. Good afternoon, sir. Yes, good Good afternoon. afternoon, sir. Good Yes, afternoon, good sir. afternoon. Okay, good Good afternoon. afternoon, sir. Yes, good afternoon. Okay, Benisha, good Good afternoon. afternoon, sir. Shamna, good afternoon. Good afternoon, sir. Okay, Vanaja, Ammu, Sanisha, good afternoon. Yes. ആരാണ് പ്രയർ? Sir, ഞാൻ ചെയ്യാം. ഓക്കെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമേടയും പൂവണി മാടവും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേതിയായി എൻ പിഞ്ചു കൈയിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ നിന്ന് കിട്ടുന്നു പഠിച്ച ഈ കവിതകളൊക്കെ? സാർ ഇതൊക്കെ പണ്ട് പഠിച്ച പ്രയറാണ്. എപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ അവിടെ നിന്നൊക്കെ പാടാനൊരു ചാൻസ് കിട്ടുന്നത്. പണ്ടത്തെ ഇത് ഞാൻ +2-നൊക്കെ ഇങ്ങനെ പാടിക്കേട്ടതും പാടിയതുമായ പ്രയറൊക്കെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വരി കേട്ടോ. യെസ്, തോട്ട് ഓഫ് ദി ഡേ. ഞാനാണ് തോട്ട് ഓഫ് ദി ഡേ. Success is the sum of small efforts repeated day in and day out. സക്സസ് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. ഓരോ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യത്തിൽ നിന്നാണ് നമ്മുടെ ലാസ്റ്റ് നമ്മൾ സക്സസിലേക്ക് വരുന്നത്. ഡെയിലി ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. Okay. Then signing on. സൈനിങ് ഞാനാണ് സർ. Okay, സഫീദ. തൂമഞ്ഞായി നിന്നു വെയിലായി ഞാൻ വന്നു ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണു നീ. താങ്ക് യു സർ. Okay, Safida. Very good. Yes, Revati, very good. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലേസ് എന്താ റാംസിന? സർ ഈ പാഠത്തിന്റെ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് തരുമോ? 2, 5, 6, 7, 8 അല്ല 9, 10, 12 തന്നിട്ടുണ്ട്. 2, 5, 6, 7, 8. ഒരു മിനിറ്റ്. ഇനി ഏതാണ് കിട്ടാനുള്ളത്? 5 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 6 കൊടുത്തിട്ടുണ്ട്, 13. 9, 10, 12 തന്നിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ളത് 9 തന്നിട്ട് ഏതാണെന്ന് പറഞ്ഞ 9 വേണ്ടല്ലോ. 8 വരെയല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ എക്സാമിന്. 8 അല്ല 9 വരെ. ഓക്കെ. 1 ഇല്ല, 3, 1, 3, 4. അതിനകത്ത് ചോദ്യം ഉണ്ടാവില്ല, പേടിക്കണ്ട. ഓക്കെ. ആ ചോദ്യം 3ഉം 4ഉം 1-ല് ക്വസ്റ്റ്യന് പറ്റിയ സംഗതികളില്ല. ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്, അത് വേറെ. 3 and 4 3-ലും 4-ഉം നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട സബ്ജക്റ്റ് ആണ്. അതാണ് നമ്മളത്. പിന്നെ അതിനകത്ത് ചോദ്യം ഉണ്ടാവില്ല. പിന്നെ 5 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഞാൻ അതിനകത്ത് കിട്ടാനുള്ള ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്.
ബാക്കിയൊക്കെ തന്നു. 3 ഉം 4. 3 4 ചോദ്യം ഉണ്ടാവില്ല, പഠിക്കുക കേട്ടോ. അത് നമുക്ക് വളരെ കുറച്ച് അധികം എടുക്കാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽ. സർ 8 വരെയാണ് എക്സാമിന്. പിന്നെ ഇതിന്റെ ഒന്നും തന്നിട്ടില്ല. 13ഉം 16ഉം ഒന്നും എന്താ ടെസ്റ്റിന്റെ തന്നില്ല. മോൺസ്റ്റേഴ്സിന്റെ തന്നില്ല. 13 തന്നിട്ടില്ല, ഫേസിൽ വെർബ് അല്ലേ. 16 റൈറ്റിംഗ് ആണ്, അതിന്റെ അകത്ത് ചോദ്യമില്ല, പേടിക്കണ്ട കേട്ടോ. ചിലപ്പോ 8 വരെ പറഞ്ഞത്. അപ്പൊ അതിൽ 8ന്റെ ഇടയിൽ അതല്ലേ ഉണ്ടാവുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് എടുത്തുണ്ടാവോ? ഇല്ല, ചോദ്യത്തിന്റെ ഒരു മോഡല് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു ഹെഡിങ് എഴുതിക്കോ, ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും ഹെഡിങ് കൊടുത്തു. യെസ്, എന്നിട്ട് റോമൻ ലെറ്റർ 1 എഴുതുക. റോമൻ ലെറ്റർ 1 എന്നിട്ട് നേരെ എഴുതുക fill in the blanks. ഒന്നുകൂടി ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ എടുക്കണമെന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന് ഹെഡിങ് കൊടുത്തു, അതിന്റെ അടിയിൽ റോമൻ ലെറ്റർ 1 ഇല്ലേ, റോമൻ ലെറ്റർ അത് എഴുതുക. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക, അതിന്റെ നേരെ എഴുതുക fill in the blanks with correct CORRECT, correct article ARTICLE, article. Okay, എന്നിട്ട് question number 1. He walks, WALKS, walks like dash prince, PRINC. He walks, നടക്കുന്നു, WALKS, walks like dash prince. അതിന്റെ അടിയില് ABC 3 എഴുതിക്കോ. A and B, A, C, D, THE. ഓക്കെ, ഏതൊരു ആൻസർ A B C 3 ആൻസർ, എയില് ആൻഡ് ബിയില് A, സിയില് D. ശരിയാണ്, ഫില്ല് ചെയ്യൂ. He walks like dash prince, ഫില്ല് ചെയ്യൂ. പ്രിൻസസ് അല്ലേ? A prince, A ആണ് ആൻസർ കേട്ടോ. A. ഓക്കെ, ഒന്നുകൂടെ പറയോ? and AD. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എഴുതി. We will live, LEAVE, live. We will live after AFT year, after dash hour, HOUR. We will live after dash hour, HOUR, hour. അടിയില് ABC 3 ആൻസർ എഴുതിക്കോളൂ. നേരത്തെ എഴുതിയ അതേ ABC എഴുതിക്കോ. ആൻഡ് AD നേരത്തെ എഴുതിയ അതേ മൾട്ടിപ്പിൾ ചോയ്സിന് അടിയിലോട്ട് എഴുതാം. വനജ, എന്താണ് ആൻസർ? ആൻ അല്ലേ സർ? ആൻ. ഓക്കെ, സുരഭി പറഞ്ഞത് കറക്റ്റ് ആണ്, ആൻ ആണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം ജോൺ ഫിയോടാണ്, ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം. ചോദ്യം ജോൺ ഫിയോടാണ്. ഓക്കെ, എഴുതിക്കോ. സംശയമുള്ളവർ ചോദിച്ചേക്കോട്ടെ, എന്തുകൊണ്ട് അങ്ങനെ വന്നത് സംശയമുള്ളവർ ചോദിച്ചേക്കും. He plays. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഓപ്ഷൻ ഇല്ലേ ആൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തുവായിരുന്നു? എനിക്ക് വ്യക്തമായില്ല. THE, the. ആൻ ദി ആണോ? നമ്മുടെ ആർട്ടിക്കിൾ എന്നല്ല പറയണേ, ആർട്ടിക്കിൾ 3 ആർട്ടിക്കിളല്ലേ ഉള്ളൂ. A and the 3 ഉള്ളൂ ആർട്ടിക്കിൾ ആകണേ. ആമല്ലട്ട, ആൻ. A
and the അതേ ലിനി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. A and the. ഓക്കെ സർ. ഓക്കെ. അടുത്ത ചോദ്യം. She plays dash guitar well, W-E-L-L, well. She plays dash guitar well. എന്റെ അടിയിൽ ABC. നേരത്തെ എഴുതിയേക്കാൻ അതേ ആൻസർ എഴുതിക്കോളൂ. യെസ്. എഴുതി കഴിഞ്ഞതിന് ശേഷം ജോൺഫി പൂരിപ്പിച്ചോളൂ. സർ, ഷീ പ്ലേസ് എ ഗിറ്റാർ വെൽ ആണോ? എ ഗിറ്റാർ ആണ് അല്ലെ? ഹൈറുന്നീസക്ക് എന്ത് തോന്നുന്നു? എ ഗിറ്റാറിനോട് യോജിക്കുന്നുണ്ട് ഹൈറുന്നീസ? യെസ്, എ ഗിറ്റാർ. അമ്മു എന്ത് തോന്നുന്നു? അമ്മുവിനും അമ്മൂല്ല. ബിനീഷ? ദി ഗിറ്റാറിനാ സാർ? ദി ഗിറ്റാർ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരിന്റെ മുന്നിൽ എപ്പോഴും എന്തുണ്ടാവും? ദിയേ വരുള്ളൂ. ദി പിയാനോ, ദി ഫ്ലൂട്ട്, ദി ഗിറ്റാർ, ദി വയലിൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാത്തിന്റെയും മുന്നിൽ എന്താ വരും? ദി വരും. അതുകൊണ്ടാണ് ഇവിടെ ദി ഗിറ്റാർ എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തത് റോമൻ ലെറ്റർ 2. റോമൻ ലെറ്റർ 2. എഴുതിക്കോ. fill in the blanks. Using using correct 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 tense form tense form of the verb given in bracket. ഒന്നുകൂടി പറയാം. fill in the blanks using the correct tense form of the verb given in bracket. ആദ്യത്തെ ചോദ്യം ഷംന മനോജിനോടാണ്. ചോദ്യം എഴുതിക്കോ. if it rain, rain, we will postpone postpone the show. We will postpone the show. SHOW, show. If it rain, we will postpone the show. എന്നിട്ട് ആ റെയിൻ എന്നുള്ള വേർഡ് ബ്രാക്കറ്റിൽ റെയിൻ ബ്രാക്കറ്റിൽ. യെസ്, ABC 3 ഉത്തരവിക്കും. എ റെയിൻസ്, RAINS, റെയിൻസ്. ബി rained, RAINED, rained. C would rain, WOULD, would rain. Okay, ഷംന മനോജ് പറഞ്ഞോളൂ. Sir, if it would rain, we will postpone. Would rain. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഷംന? യെസ്. സുറുമിക്ക് എന്ത് തോന്നുന്നു? ഷംനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വേറെ അഭിപ്രായമാണോ? If it rains, റെയിൻസ് ആണ് കറക്റ്റ്.
നോക്കിയേ, അത് പഠിപ്പിച്ചതെന്തെന്നും പറഞ്ഞു. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. ആ സംഗതി ഇല്ലേ, ആ മോഡലിലുള്ള ചോദ്യങ്ങളാണ് ഇത് വന്നിട്ടുള്ളത്. യെസ്, ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. ഓക്കെ, അപ്പൊ നോക്കി, വിൽ പോസ്റ്റ്പോൺ, വില്ല് വരുമ്പോൾ അപ്പുറത്ത് പ്രസന്റ് ടെൻസ് വരും. ഇറ്റ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത് റെയിൻസ് ആയി. അതാണ് കറക്റ്റ്, റെയിൻസ് ആണ് കറക്റ്റ് ആൻസർ. സംശയമുള്ളവർ ചോദിച്ചേക്കണം. അടുത്തത് സഫീദ. ഓക്കെ നിഷിമ. അടുത്തത് സഫീദയോടാണ് ചോദ്യം. ശ്രദ്ധിക്കുന്നത്, he would go if they invite. പറയോ? He would go if they invite, invite him, him. ആ ഇൻവൈറ്റ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റിൽ, ഇൻവൈറ്റ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റിൽ. യെസ്, അപ്പൊ നമുക്ക് പറയാം he would go if they invite him. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കും. എ ഇൻവൈറ്റ്സ്, INVITES, ഇൻവൈറ്റഡ്, ബി ആണ് ബി, ഇൻവൈറ്റഡ്, INVITED, ഇൻവൈറ്റഡ്. സി had invited, സഫീദ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ സർ. He would go if they invited him. ഇൻവൈറ്റഡ് ഹിം അല്ലെ, ശരിയാണ്, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ 2 പേരും കൂടി എഴുതി കാണിച്ചു, കറക്റ്റ് ആയിരുന്നു. നോക്കിയേ, വുഡ് വരുമ്പോ അപ്പുറത്ത് പാസ്റ്റ് ടെൻസ് വരും. അപ്പൊ ഇൻവൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഇൻവൈറ്റഡ്. ഓക്കെ, കറക്റ്റ്. അടുത്തത്, ഇഫ് യു go Geo in a taxi, if you go in a taxi, comma, you would have reached, REACHD, reached there, 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 in time. Yes, ഒന്നുകൂടി പറയാം. If you go in a taxi, you would have reached there in time. അതിൽ ഗോ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലിടാം. ഗോ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലിടാം. യെസ്, ഇനി അതിന്റെ അടിയിൽ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. 1, ഹലോ. യെസ്, ഏത് എഴുതിക്കോ. ഏത് സ്ഥലത്ത് എഴുതുക? ഗോസ്, GOES, ഗോസ്. ബി, വെൻഡ്.
സി had gone. Had gone. Had gone. ഓക്കെ, ഇനി അടുത്ത ഉത്തരം പറയേണ്ട ആരാണ്? സഫീദ് അല്ലേ നേരത്തെ പറഞ്ഞു? അപ്പൊ രേവതി പറഞ്ഞോളൂ. Sir, if you had gone. If you had gone. ശരിയാണ്. കാരണം എന്താണ്? അപ്പുറത്ത് എന്ത് വന്നിട്ടുണ്ട്? വുഡ് ഹാവ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും had gone. കറക്റ്റ് ആണ്. അടുത്തത് റോമൻ ലെറ്റർ 3 3. Fill in the blanks. Fill in the blanks using USING. Using correct, CORRECT, correct form of the verb. Form of the verb given below. Given below. Yes. Sir, given Below. താഴെ. യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ആൻസർ സനീഷ. ചോദ്യം ഇതാണ്. ഏഴാമത്തെ ചോദ്യം തോന്നുന്നു. I would fly from flower to flower, comma, if flower to flower to flower, comma, if I dash a butterfly, BUTTERFLY, butterfly. അടിയില് ABC മൂന്ന് ആൻസർ ചെയ്തു. എ were, WERE, were. B was, WAS, was. C AM, am. സർ Yes. ബി എന്താണെന്ന് ഒന്നുകൂടെ പറയോ? Was. Yes, സരീഷ പറഞ്ഞോളൂ. സർ വേർ. ഓക്കെ, സരീഷ ഓക്കെ, നിഷ്മ കറക്റ്റ് ആണ്, രേവതി കറക്റ്റ് ആണ്. ആർക്കും സംശയമുണ്ട്? വാസ് വരൂല, ഐ കഴിഞ്ഞാലും വേറെ വരുള്ളൂ. കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ വുഡ് ഫ്ലൈ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. പൂക്കിൽ നിന്ന് പൂവിലേക്ക് ഞാൻ പറക്കും. ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ. അങ്ങനെ ഒരിക്കലും ആവില്ലല്ലോ. ഒരു അൺറിയൽ കണ്ടീഷനാണ്. അപ്പൊ ഐ കഴിഞ്ഞാൽ അവിടെ വാസ് വരില്ല, അവിടെ എന്താ വരുള്ളൂ? വേറെ വരും. യെസ്. അടുത്ത ചോദ്യം, അത് ലിനി തോമസ്. ഉത്തരം പറയാം. എഴുതിക്കോ. നൈദർ, NEITHER, neither the chief minister, nor the ministers, MINISTERS, ministers dash come. ഒന്നുകൂടി പറയാം. neither the chief minister nor the ministers dash come. അടിയിൽ ABC എഴുതിക്കോളൂ. A
ഹാസ്, ബി ഹാവ്, സി ഹാസ് ബീൻ. ഹാസ് ബീൻ. ഓക്കെ, ലിനി പറഞ്ഞോളൂ. Sir, neither the chief minister nor the ministers have come. ഹാവ് കം. കറക്റ്റ് ആണ്. നിഷ്മ കറക്റ്റ് ആണ്, ഹൈറുന്നീസ കറക്റ്റ് ആണ്. അതായത് ഓക്കെ, ഹാവ് ആണ്. അപ്പൊ ഇതിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. നൈദർ നോർ വന്നു കഴിഞ്ഞാൽ രണ്ടാം നോറിന് ശേഷം വരുന്നത് അതാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പേടിക്കും. നോർ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എന്താണ്? മിനിസ്റ്റേഴ്സ്, പ്ലൂറലാണ്. ഹാവ് വരാൻ കാരണം. അടുത്തത് റോമൻ ലെറ്റർ 4. Find out. Adjectives, ADJ, ECT, IVES adjectives in the following sentences. Find out adjectives in the following sentences. Find out adjectives in the following sentences. Question number 9. Sentence. She is a. ഇത് വിജിനി ആൻസർ പറയണേ. ഷീ ഈസ് എ കൈൻഡ്, KIND, കൈൻഡ് വുമൺ, WOMAN, വുമൺ. സ്റ്റോപ്പ്. അതിന്റെ അടിയിൽ ABC 3 എഴുതിക്കോ. എ kind, KIND, kind. B she, SHE, she. C woman, WOMA, kind, she, woman. Yes. വിജിനി ഉത്തരം പറയൂ. വിജിനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് വിജി കേസ് കൊടുക്കാം. വിജി കേസ് കൈൻഡ്. കറക്റ്റ് ആൻസർ ആണ്. അതായത് ആ വാചകത്തില് അഡ്ജക്റ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അഡ്ജക്റ്റീവ് എന്താണ്? ദയയുള്ള സ്ത്രീ അല്ലേ? ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന വാക്ക് ദയ. അടുത്തത് അമ്പുടു. അടുത്ത ഉത്തരം പറയാം. ദിസ് ബുക്ക് ഈസ് interesting. 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 This book is interesting. എന്നിട്ട് ABC 3 എഴുതിക്കോളൂ. A book, B interesting, C is, is. Sir, interesting. Correct answer. Okay, very good. അപ്പോ
ഈ മോഡലുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ഷിജിന, അപ്പൊ നേരത്തെ ഹയർ ഇംഗ്ലീഷ് എഴുതി കറക്റ്റ് ആയിരുന്നു കേട്ടോ. യെസ്, ഈ മോഡലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ ഇതേപോലെ, അതായത് കറക്റ്റ് ടെൻസ്, കറക്റ്റ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ, കറക്റ്റ് വെർബ് ഉപയോഗിക്കാൻ, പിന്നെ അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ. അപ്പൊ ആ വശത്തുള്ള ആ വശം നമ്മൾ പഠിപ്പിച്ചപ്പോൾ നോക്കി വെച്ചേക്കാം. ഓക്കെ. ഓക്കെ വനജ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് നോക്കി വെച്ചാൽ മതി. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ വരുന്നതിന്റെ ഒരു മോഡല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. യെസ്, ഓക്കെ. ഇനി വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നമുക്കിനി നോട്ട് തരാനുള്ള ഫ്രേസൽ വെർബ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണേ, ഞാനവിടെ കൊടുക്കും. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം. യെസ്, ഓക്കെ. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് മീനിങ് നിങ്ങളോട് ചോദിക്കാം. ഇംഗ്ലീഷ് മീനിങ് നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയണം. ഞാൻ ചോദിച്ചതാണെങ്കിൽ നിങ്ങൾ പറയാ, ചോദിച്ചതാണെന്ന് പറയാ, അപ്പൊ അത് മാറ്റി പറയാം. യെസ്, ഓക്കെ. അപ്പൊ ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ചോദ്യം ഇതാണ്. ടൈപ്പ് ചെയ്താൽ പോരെ ആൻസർ? അതല്ല നല്ലത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് ഒക്കെ തരാൻ പറ്റും. ഓക്കെ ഓക്കെ. ടൈപ്പ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്നത് എല്ലാവരും കേൾക്കും. ടൈപ്പ് ചെയ്താൽ എന്താണ് കേട്ടില്ല, ഞാൻ ഒന്ന് അവിടെ വരെ പോയി. യെസ്, ഞാനേ ഇംഗ്ലീഷിൽ ഒരു മീനിങ് പറയുന്നു, അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയണം. ഓക്കെ, സിമ്പിൾ. അപ്പോ ആരെയാണ് ആദ്യത്തെ 3 പേര് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ഒരാളെ കൂടി ഏൽപ്പിക്കാം. ആരെ ഏൽപ്പിക്കണം? ഞാൻ ശ്രദ്ധിച്ചോളാം, ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോകുമല്ലോ. യെസ്, ഒരു മിനിറ്റ്. എന്റെ കയ്യിൽ നിന്ന് പോയാൽ എന്തെങ്കിലും ആരുമില്ല, കേൾക്കാൻ പറ്റിയ ആരുമില്ലേ? നോക്കാം സാർ. ഓക്കെ സുറുമി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, പറയട്ടെ. ചോദ്യം ഇതാണ്. സേഫ് ടു ഈറ്റ്. സേഫ് ടു ഈറ്റ്. ഒരിടത്തിന് മാത്രം അർത്ഥം പറയുന്നത് തിന്നുവാൻ സേഫ് ആയത്. അതിനൊരു വൺ വേർഡ് ഉണ്ട്. സുറുമി, അഖില, ജോൺഫി അല്ലെ? സുറുമി, അഖില, ജോൺടി. യെസ്, കറക്റ്റ് ആൻസർ ആണ് 3 പേരുടെയും പറഞ്ഞത്. മൂന്നാമത് ആരാണ്? അഭിനവ്. അഭിനയന. യെസ്, അഭിനയ. പേടിക്കണ്ട, അഭിനയ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. പോരെ? യെസ് യെസ്. അപ്പൊ പറഞ്ഞു വരുന്നത് നോക്കുക. ഓക്കെ ഷിജിന, സേഫ് ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ പിടികിട്ടിയാലോ? ചോദ്യത്തിന്റെ സ്റ്റൈല് പിടികിട്ടിയാലോ? അടുത്തത് സേഫ് ടു ഡ്രിങ്ക്. സേഫ് ടു ഡ്രിങ്ക്. നമ്മൾ അടുക്കള ചെന്നിട്ട് ചോദിക്കും കുടിക്കബിൾ എന്നൊക്കെ ചോദിക്കും, പക്ഷെ അതിന് വൺ വേർഡ് ഉണ്ട്. സേഫ് ടു ഡ്രിങ്ക്. പോയിന്റ് അല്ല മേരി, അതല്ല. ഡ്രിങ്കിങ് അല്ല, വേറെ വേർഡ് ഉണ്ടായിരുന്നു. ഡ്രിങ്കബിൾ അല്ല അവിടെ. യെസ്, VGKS, ജോൺഫി, സുറുമി. VGKS, ജോൺഫി ആൻഡ് സുറുമി. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് പോർട്ടബിൾ ആണ്. POTABLE, പോർട്ടബിൾ. ദാറ്റ് മീൻസ് ദാറ്റ് ക്യാൻ ബി ഡ്രിങ്ക്.
ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് സേഫ് ടു എന്നാണ്. ഓക്കെ ഷിജിന, കറക്റ്റ് ആണ്. ഇപ്പം താമസിച്ചു പോയി നോക്കുള്ളൂ, കറക്റ്റ് ആൻസർ ആണ് സേഫ് എന്നുള്ളതാണ്. അപ്പൊ സേഫ് ടു എന്ന് പറയുന്ന വേർഡ് ഞാൻ മാറ്റുകയാണ്. മാറ്റിയിട്ട് ഞാൻ അവിടെ വേറൊരു പുതിയൊരു വേർഡ് പറയുന്നത് ഈസി ടു, EASY, എളുപ്പമുള്ളത്. ചോദ്യം ഇതാണ്, ഈസി ടു സി, SEEC, ഈസി ടു സി, കാണുവാൻ എളുപ്പമുള്ളത്. സുറുമി, ഖൈറുന്നീസ, വിജി KS. സുറുമി, ഖൈറുന്നീസ ആൻഡ് വിജി KS. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ആൻസർ ഈസ് വിസിബിൾ. യെസ്, കറക്റ്റ് ആൻസർ, വിസിബിൾ, വിസിബിൾ. അടുത്തത് ചോദ്യം ഒന്ന് മാറ്റുകയാണ്. ഈസി ടു ഹിയർ, HEAR, ഹിയർ. റാംസ്മിന, വിജി KS, രേവതി. വിജി KS, രേവതി. രേവതി നേരത്തെ വന്നിട്ടില്ല അല്ലെ? യെസ്. മറ്റേയാളുടെ പേര് റാം റസ്മിന. ഓഡിയബിൾ പിന്നെ ഇതായി പോയി. ഓഡിയബിൾ ഫസ്റ്റ്. റാസ്മിന. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ദ ആൻസർ ഈസ് ഓഡിയബിൾ, AUDIBL, ഓഡിബിൾ. സോറി, ഓഡിയബിൾ അല്ല, ഓഡിബിൾ. അടുത്തത് ഈസി ടു റീഡ്, READ, റീഡ്. ഈസി ടു റീഡ്, റീഡബിൾ അല്ല, വേറൊരു വാക്കുണ്ട്. രേവതി റീഡബിൾ, ജോൺഫി റീഡബിൾ അല്ല. യെസ്, ഖൈറുന്നീസ, വിജി KS, ഒരാൾ കൂടി, ജോൺഫി. ഖൈറുന്നീസ, വിജി KS ആൻഡ് ജോൺ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ലെജിബിൾ ആണ്, ലെജിബിൾ കേട്ടോ, ലെജിബിൾ ആണ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത്, അപ്പൊ ഈസി എന്നുള്ള ഞാൻ മാറ്റുകയാണ്. അടുത്തൊരു വേർഡ് മാറ്റുകയാണ്. ദാറ്റ് ക്യാൻ ബി എന്നാക്കിയാണ്. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, TOUCHED, ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. സോളിഡ് അല്ല, ടച്ചബിൾ അല്ല ജിഷ, വേറൊരു വേർഡ് അല്ലേ? ദാറ്റ് ക്യാൻ ബി ടച്ചബിൾ അല്ല. യെസ്, അബീന, ഖൈറുന്നീസ, റാസ്മിന. അബീന അല്ലേ? അബീന പേര് അത് തന്നെ അല്ലേ? അബീന. അതെ, അബിന. അബിന. യെസ്, ഓക്കെ. അബിന, ഖൈറുന്നീസ, പിന്നെ വേറെ ആളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. Sir, Nand. റസ്മിന. അതെ ഷിജിന, ആദ്യത്തെ 3 എണ്ണത്തിൽ വരണം കേട്ടോ. ഓക്കെ 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 ഓക്കെ. ആദ്യത്തെ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് വരുന്ന 3 പേര്. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, MEASURED. ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അതൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. മെഷറബിൾ അല്ല, ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അല്ല, മെഷറബിൾ അല്ല, വേറെ വേർഡ് തന്നെ. യൂണിറ്റ് അല്ല, അതൊരു അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, കറക്റ്റ് ഒരു വേർഡ് തന്നെ. കൗണ്ടബിൾ അല്ല, തിങ് അല്ല,
ഫിസിക്കൽ അതൊക്കെ നിങ്ങൾ അതിന്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട്. കറക്റ്റാ പേരിലോട്ട് വന്നിട്ടില്ല. യെസ്. എല്ലാവരും എന്റെ ഓക്കെ. ബിജി കേസ് ഏതാണ്ട് രീതിയിൽ കൂടി പോയത് ബിജി കേസ് ആണ്. ഓക്കെ. ഹൈറുന്നീസ. അപ്പൊ ബിജി കേസ് ആൻഡ് ഹൈറുന്നീസ. ബിജി കേസ് ആൻഡ് ഹൈറുന്നീസ ക്വാണ്ടിഫിയബിൾ ആണ് കേട്ടോ. QUANTIAABL ക്വാണ്ടിഫിയബിൾ. FIABL ക്വാണ്ടിഫിയബിൾ. അടുത്തത് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. QUANTIFIABL. അടുത്തത് that can be counted. COUNTED counted. That can be counted. വനജ, ലിനി, രേവതി. വനജ, ലിനി നേരത്തെ വന്നിട്ടില്ല അല്ലേ? ലിനി ആൻഡ് രേവതി. കറക്റ്റ് ആൻസർ ആണ്. The answer is countable. That can be counted. That is countable. Yes. Next question. That can be carried. CARRIED. That can be carried. Carryable അല്ല. വേറൊരു അമ്പുടു, ജിഷ, റാസ്മിന. അമ്പുടു, ജിഷ അല്ലേ? ജിഷ. Yes, sir. ഓക്കെ. ജിഷ ആൻഡ് റാസ്മിന. ഓക്കെ. അതിന്റെ ആൻസർ എന്താണ്? പോർട്ടബിൾ ആണ് കേട്ടോ. പോർട്ടബിൾ. ദാറ്റ് ക്യാൻ ബി ക്യാരിഡ്. എടുത്തുകൊണ്ട് നടക്കാവുന്ന. അടുത്ത ചോദ്യം. ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. That can be understood. Understandable അല്ല. വേറൊരു വാക്കുണ്ടായിരുന്നു. യെസ്. അബിന, വിജി KS. രണ്ടുപേരുണ്ട് അല്ലേ? അബിന ആൻഡ് വിജി KS. ഹൈറുന്നീസ. അബിന, വിജി KS ആൻഡ് ഹൈറുന്നീസ. യെസ്. അതിന്റെ ആൻസർ ഇതാണ്. കോംപ്രഹെൻസിബിൾ. അതാണ് ആൻസർ. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ ജിനു. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That can be maintained. MAINTAINED. That can be maintained. ഹൈറുന്നീസ, വിജി KSനും പിന്നെ അമ്പുടൂനും ഇടയിലൊരാളും കൂടി ഉണ്ടായില്ല. ഹൈറുന്നീസ, വിജി KS, ആരായിരുന്നു? യെസ്. സസ്റ്റൈനബിൾ ആണ്. അടുത്തത്. That can be followed. FOLLOWED. That can be followed.
Yes, Hairunisa. Hairunisa. സഫീദ, റാസ്മിന. സഫീദ് നേരത്തെ വന്നിട്ടില്ല അല്ലേ? സഫീദ, സഫീദ, പിന്നെ ഒരാളുടെ റാസ്മിന. യെസ്, ഓക്കെ. ട്രേസബിൾ ആണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ആ മോഡലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സമയം ബാലൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. വേറൊരു മോഡൽ നമ്മള് ഒരു കൂട്ടം ആയിട്ടുള്ള സംഗതിയെ പറയുന്ന പേരുകളാണ് പറയുന്നത്. പൂവാണെങ്കിൽ പൂവിന്റെ ഒരു കൂട്ടം, അതിനെന്ത് പറയാം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സംഗതിയിൽ എന്ത് പറയുമെന്നുള്ള ഒരു വൺ വേർഡ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതൊക്കെ അങ്ങനെ വരുന്നതാണ്, അപ്പൊ അതൊക്കെ ഉണ്ടല്ലേ. യെസ്, ചോദ്യം ഇതാണ്. അല്ല, ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് പോലെ. യെസ്, ഫസ്റ്റ് ചോദ്യം ഇതാണ്. ചോദ്യം അങ്ങോട്ട് വരട്ടെ. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, STARS, സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ കൂട്ടം, ഗാലക്സി അല്ല കേട്ടോ. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് അതിനെ പറയുന്ന പേരെന്താ? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. യെസ്, ഹൈറുന്നീസ, വിജി KS, രേവതി. ഹൈറുന്നീസ, വിജി KS ആൻഡ് രേവതി. കറക്റ്റ് ആൻസർ ആണ്. കോൺസ്റ്റലേഷൻ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്തത് ചോദ്യം ഇതാണ്. ഓക്കെ ജിനു. എ ഗ്രൂപ്പ് ഓഫ് കാർഡ്സ്, CARDS, കാർഡ്സ്, എ ഗ്രൂപ്പ് ഓഫ് കാർഡ്സ്. കളക്ഷൻ അല്ല. ഓക്കെ, ജിഷ, ഷംന, രേവതി. ജിഷ, ഷംന നേരത്തെ വന്നില്ലേ? ഇല്ല സർ. ഷംന, രേവതിയും വന്നിട്ടില്ല എന്നുണ്ട്. രേവതി ഉണ്ടായിരുന്നു. രേവതി വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. ഡെക്ക് ആണ്, DECK, ഡെക്ക്. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് ടൂൾസ്, TOOLS, ടൂൾസ്. അതിനൊരു പേര് പറയും. എ ഗ്രൂപ്പ് ഓഫ് ടൂൾസ്. രേവതി, ജിനു, അമ്പുടു. രേവതി, ജിനു. ജിനു നേരത്തെ വന്നിട്ടില്ല അല്ലെ? ജിനു നേരത്തെ വന്നിട്ടില്ലല്ലോ? ഇല്ല സർ, വന്നിട്ടില്ല. യെസ്, ജിനു ആൻഡ് അമ്പുടു. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അതിനെ പറയുന്ന പേര് കിറ്റ് എന്നാണ്. കിറ്റ്. ഓക്കെ, അടുത്തത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ചല്ല, ബഞ്ചല്ല. അമ്പുടു. അമ്പുടുവിന്റെ അടിയിൽ രണ്ടുപേര് വന്ന് ബൊക്കെ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? അമ്പുടു കൂടാതെ പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. ആരൊക്കെയായിരുന്നു സുറുമിയത്? അമ്പുടു, സനീഷ, ഹൈറുന്നിസ. സനീഷ് ഉണ്ടായി അല്ലേ? സനീഷ് നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ബിനീഷിന്റെ അതിന്റെ ഇടയില്. അപ്പൊ സനീഷ, ബിനീഷയുടെ തെറ്റാ. ഹൈറുന്നിസ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ് യെസ്. അപ്പൊ ഇതെന്ന് ബൊക്കെയാണ്, ബൊക്കെ എന്ന് പറയില്ലേ? അടുത്തത് ആര് പറയില്ല നോക്കട്ടെ. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ISLANDS, എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. A group of islands.
Yes, Hairunisa, John P. Shamna. Hairunisa, John P. and Shamna. Yes, correct, Anna. The answer is archipelago. Yes, correct answer. Another. Okay. Next question. A group of mountains. Group of mountains. A group of mountains. Hairunisa, VGKS, Ambudu. Hairunisa, VGKS, and Ambudu. Yes. Okay. The answer is range. Range. അടുത്തത് ഒരു പക്ഷെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. A group of ships. 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 Group of ships. Yes. Abina, John P. Ambudu. Abina നേരത്തെ വന്നിട്ടുണ്ടോ? അബീന വന്നിട്ടുണ്ട്. ജോൺ പി ആൻഡ് അബ്ദുൾ. യെസ്, ഓക്കെ. ഫ്ലീറ്റ് ആണ്. സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പരിഗണിച്ചു. യെസ്, അപ്പൊ ഇനി നമുക്ക് പോയിന്റുകൾ നോക്കാം. ഇനി ഉണ്ട് ചോദ്യങ്ങൾ. അപ്പൊ തൽക്കാലം അവിടെ ഞാൻ നിർത്തണം. ഇനിയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പോയിന്റ് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കണ്ട. ഇതൊരു ഫണ്ണി ഗെയിമാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ. ദെൻ സനീഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വനജ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഖില 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അബീന അല്ലല്ല, അബീന അവിടെ നിൽക്കട്ടെ കേട്ടോ. അബീന അവിടെ നിൽക്കട്ടെ. സോറി. അബീന 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. യെസ്. ലിനി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സഫീദ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിനു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഷംന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിഷയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് സുറുമിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് റാസ്മിനക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അബീനയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് രേവതിക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. അതുപോലെ തന്നെ ജോൺ ഫിക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. യെസ്. ഇനി അടുത്തത് അമ്പുടുവിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടുക മാത്രമല്ല, അമ്പുടു 3-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. വിജി കെ എസിന് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈറുന്നീസക്ക് 11 പോയിന്റ്. ഹൈറുന്നീസക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. മത്സരത്തിൽ പങ്കെടുത്തവർക്കും കുറച്ചു മാർക്ക് കിട്ടിയവർക്കും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനം. കാരണം ചിലപ്പോൾ കുറ്റം അറിയാൻ പറ്റും. ടൈപ്പ് ചെയ്യാനായിട്ടുള്ള വേഗത കുറവുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ 3 എത്താൻ സാധിച്ചെന്ന് വരികയില്ല, അതുകൊണ്ട് പറ്റിയതായിരിക്കും. സോ എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ.
ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ആ ക്വസ്റ്റ്യന്റെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് നോക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് വരിക. വിഷ് ഓൾ ദി ബെസ്റ്റ്. സൈനിങ് ഔട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. സർ ഞാൻ രണ്ടുപേരും പാട്ട് പാടാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതൻ അതര കാന്തിയോ. ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ, വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതൻ അതര കാന്തിയോ. താങ്ക് യു സാർ. ഓ വനജ, നല്ല ശബ്ദമാണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. സോ we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay, Vinisha.